ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഇസ്രായേലിൻ നാഥനായി എന്ന ഹിറ്റ് ഗാനം മുതൽ 4500ഓളം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ബേബി ജോൺ കലയന്താനിയുടെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഗാനങ്ങൾ രചിക്കാൻ തനിക്ക് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും പരിശുദ്ധ കുർബാനയോടുള്ള ആഴമായ ഭക്തിയുമാണെന്ന് ബേബി ജോൺ കലയന്താനി ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ആബാ ദൈവമേ, ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും, പെറ്റമ്മ മറന്നാലും തുടങ്ങി 25 വർഷം കൊണ്ട് 4500ഓളം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ച് സംഗീത വഴിത്താരയിൽ മുന്നേറുകയാണ് ബേബി ജോൺ കലയന്താനി. 25 വർഷമായി 96 തുടങ്ങിയ ഒരു പ്രയാണമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് 25 വർഷമാവുന്നു. 25 വർഷം കൊണ്ട് ഏറെ 4500ഓളം ഗാനങ്ങൾ കുറിക്കുവാൻ നല്ല ദൈവം കൃപ നൽകി. അതിലേറ്റവും ജനപ്രീതി നേടിയ ഗാനം ഇസ്രായേൽ നാഥൻ എന്ന ഗാനം തന്നെയാണ്. പിന്നീട് ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, പെറ്റമ്മ മറന്നാലും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം മുൾമുടിയണിഞ്ഞുകൊണ്ടീശോ, ഈശോയുടെ അങ്ങനെ പോകുന്നു ആ ഗാനശാഖ. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ താൻ കവിത എഴുതുമായിരുന്നുവെന്നും 21 വർഷം മുമ്പ് മൂവാറ്റുപുഴ ജീവജ്യോതിയിലെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റേജിലെത്തി ആദ്യമായി താൻ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമെന്ന ഗാനം പാടിയപ്പോൾ ആളുകൾ ആ ഗാനം ഏറ്റുപാടിയെന്നും ബേബി ജോൺ കലയന്താനി പറയുന്നു. ആ ധ്യാനം നയിച്ചിരുന്ന ഫാദർ ജെയിംസ് കക്കുഴി വിളിച്ചു പറഞ്ഞു, മകനെ ഇതാണ് നിന്റെ വഴി. അവിടെ ആരംഭിക്കുകയായിരുന്നു ബേബി ജോണിന്റെ സംഗീതയാത്ര. ബൈബിളിലെ വചനഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട മകനെ മകളെ എന്ന ഗാനമാണ് ബേബി ജോൺ കലയന്താനി ആദ്യമായി രചിച്ചത്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. അതായിരുന്നു ആദ്യത്തെ ഗാനം. ഒരു ധ്യാനമധ്യേ, പ്രത്യേകിച്ച് ഒരു ധ്യാനമധ്യേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോൾ അന്ന് ആ ധ്യാന ഗുരു ബഹുമാനപ്പെട്ട ജെയിംസ് കക്കുഴി അച്ഛൻ ആ സമൂഹത്തിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നങ്ങൾക്കും ഏത് സങ്കീർണമായ കാര്യങ്ങൾക്കും ഒരേ ഒരു ഉത്തരം, അത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാണ് എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആ ധ്യാനമധ്യേ തന്നപ്പോൾ എനിക്കും അത് ബോധ്യമായി. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ആഴം അത് ദൈവം മാത്രമാണ്. അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലിരുന്ന് ആദ്യമായി കുറിച്ച ഗാനമാണ് ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന ഗാനം. പിന്നീട് ഈ ഗാനരചന ഉത്ബോധ്യം കിട്ടുമ്പോഴൊക്കെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കും. അവിടെ നിന്ന് പ്രചോദിതമായി കിട്ടുന്ന, അപ്പോൾ തിരുവചനം വായിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഉൾചിന്തകളാണ് ഈ ഗാനങ്ങളായി പകർത്തുക. അതാണ് ഗാനമേഖലയിൽ ഏറ്റവും ശക്തിയും ചൈതന്യവുമായി നിലകൊള്ളുക. പീറ്റർ ചേരാനെല്ലൂർ ബേബി ജോൺ കലയന്താനി കൂട്ടുകെട്ടിൽ പിറന്ന 400ഓളം ഗാനങ്ങൾ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളിലെ എക്കാലത്തെയും അനശ്വര ഗാനങ്ങളാണ്. പീറ്റർ ഞാൻ പരിചയപ്പെടുക 1999 പീറ്ററിൻ്റെ ഒരു മനോഹരമായ ഗാനം ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളരുന്ന ഒരു ഗാനമുണ്ടായിരുന്നു. വളരെ വളരെ പ്രശസ്തമായൊരു ഗാനമായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഞാൻ എഴുതിയ ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, അതും അതുപോലെ തന്നെ ജനഹൃദയങ്ങൾ ഏറ്റുപാടി. അപ്പോൾ പീറ്റർ ഈ ഞാൻ നിന്നെ സൃഷ്ടിച്ച ഗാനം എഴുതിയ ആളെ പരിചയപ്പെടാനും അപ്പോൾ ഞാൻ പീറ്ററിനെ പരിചയപ്പെടാനും ആഗ്രഹിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പാലാ രൂപതയിൽ അവിടെ ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷൻ നടക്കുമ്പോൾ ഈ പീറ്റർ അവിടെ ഗാനശുശ്രൂഷയ്ക്ക് വരുന്നു, പോട്ടയിൽ നിന്നുള്ള ഗാനശുശ്രൂഷയ്ക്ക് വരുന്നു. അങ്ങനെ പീറ്ററിനെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരുമിച്ച് ഇരുന്ന് ഒരു പുതിയ ഗാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. ആ ഗാനപ്രകാരമായിരുന്നു, ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. അതാണ് ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ ആദ്യമായി പിറന്ന ഗാനം. വചനപ്രഘോഷണ മേഖലയിൽ മുന്നേറുന്ന ബേബിയുടെ രചനയിൽ പിറവിയെടുത്ത പരിശുദ്ധ അമ്മയുടെ നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ എന്ന ഗാനമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് താൻ എഴുതിയതിൽ ഏറ്റവും ഹിറ്റ് ഗാനമെന്നും ബേബി ജോൺ പറയുന്നു. നിന്റെ തകർച്ചയിൽ ആശ്വാസമേകാൻ, നിന്റെ തളർച്ചയിൽ ഒന്നു ചേരാൻ, നിന്നെ താരാട്ടു പാടിയുറക്കാൻ, ഇതാ
ഇതാ നിൻ്റെ അമ്മ. ഇതാണ് ഈശോയുടെ സ്നേഹവചനം, ഇതാ നിൻ്റെ അമ്മ. അത് ഗാനരൂപേണയാക്കി അത് കൂടുതൽ ജനങ്ങൾ പാടാറുണ്ട്, പാടിക്കേൾക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ സഹായവും അനുഗ്രഹവും ഒന്നു മാത്രമാണ് തനിക്ക് സംഗീത വഴിത്താരയിൽ മുന്നേറാൻ സാധിക്കുന്നതെന്നും താൻ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണം മാത്രമാണെന്നും 25 വർഷത്തിനിടയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ലോക മലയാളികൾക്ക് സമ്മാനിക്കുവാൻ സാധിച്ചത് ദൈവത്തിന്റെ കരുണയും കൃപയും മാത്രമാണെന്നും ബേബി ജോൺ കലയന്താനി പറയുന്നു. ബേബിയുടെ രചനയിൽ പിറവിയെടുത്ത ഇലപ്പൊഴിയും കാലങ്ങൾക്കപ്പുറമെന്ന ഗാനവും ഇന്നും ജനഹൃദയങ്ങളിൽ മായാതെ നിൽക്കുന്ന ഗാനമാണ്. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം, അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം, കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കലയന്താനി മുക്കുളത്തിൽ ജോൺ മാർക്കോസ് മറിയം ദമ്പതികളുടെ 5 മക്കളിൽ 5ാമനാണ് ബേബി. ബേബിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകി ഭാര്യ ബിന്ദുവും മക്കൾ ബിജിൻ ബെഞ്ചമിനും സിജിന വെറോനിക്കയും കൂടെയുണ്ട്. കേരള ക്രൈസ്തവ സഭയുടെ പാരമ്പര്യങ്ങളിൽ ആധ്യാത്മികതയുടെ ചുവടുറപ്പിക്കുന്ന രചനകളിൽ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒന്നാണ് ദൈവമാതാവിന്റെ വ്യാകുല വിലാപം എന്നറിയപ്പെടുന്ന പുത്തൻപാന. ആദിമകാലങ്ങളിൽ വലിയ ആഴ്ചയിൽ ക്രൈസ്തവ ഭവനങ്ങളിൽ പുത്തൻപാന പാരായണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. 1716 രചിക്കപ്പെട്ട ഈ ഗാനകാവ്യം മലയാള ഭാഷയിലെ ആദ്യ വിലാപ കാവ്യമാണ്. ഈശോ മിശിഹായുടെ മൃതദേഹം മടിയിൽ കിടത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും പരിശുദ്ധ ദൈവമാതാവിന്റെ ഹൃദയത്തിൽ ഉളവാക്കിയ പ്രതികരണങ്ങളുമാണ് ഈ വിലാപകാവ്യത്തിന്റെ അടിസ്ഥാനം. പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചാണ് പുത്തൻപാനയുടെ രചന. അർണോസ് പാതിരി കൂദാശപ്പാന എന്നാണ് തന്റെ കൃതിക്ക് പേര് നൽകിയത്. പിന്നീടത് പുതിയ പാന എന്നർത്ഥം വരുന്ന പുത്തൻപാനയായി. 1706 മുതൽ പലപ്പോഴായി ചാത്തിയാത്ത് കർമ്മലനാഥയുടെ ദേവാലയത്തിൽ വലിയ നോമ്പുകാലത്ത് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ വന്നപ്പോൾ അർണോസ് പാതിരി കേട്ട ദേവാസ്തവിളിയും ദൈവമാതാവ് അമ്മാനെ എന്ന ചെന്തമിഴ് കൃതിയുമാണ് പുത്തൻപാനയുടെ രചനയ്ക്ക് പ്രേരക ശക്തിയായത്. 13 പാദങ്ങളിലായുള്ള പാനയുടെ 1-ാം പാദത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ ഭാഗം വർണ്ണിക്കുന്നു. മലയാള ഭാഷയ്ക്കും കേരള സഭയ്ക്കും ഇത്ര മഹത്തായ സംഭാവനകൾ നൽകിയ അർണോസ് പാതിരിയെ ഡോക്ടർ സുകുമാർ അഴീക്കോട് മലയാളത്തിന്റെ 2ാം എഴുത്തച്ഛൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാനരൂപത്തിലായതിനാൽ അക്ഷരജ്ഞാനമില്ലാത്തവർക്കും എളുപ്പത്തിൽ കേട്ട് പഠിക്കുവാനും ദൈവവചനത്തെ പ്രാർത്ഥനയായി എളുപ്പത്തിൽ ചൊല്ലുവാനും സാധിച്ചു എന്ന മേന്മ പുത്തൻപാനയ്ക്കുണ്ട്. യേശുവിന്റെ പീഡാനുഭവങ്ങളെ ഇത്രയധികം ഹൃദ്യമായും ഭാഷാഭംഗിയാലും ഓരോ വിശ്വാസികൾക്കുമായി സമർപ്പിക്കപ്പെട്ട മറ്റൊരു രചന ചൂണ്ടിക്കാണിക്കാനാകില്ല. വിശുദ്ധവാരത്തെ ഭക്തിസാന്ദ്രമാക്കുവാൻ പുത്തൻപാനയുടെ പാരായണവും അതിലെ ചിന്തകളെ പറ്റിയുള്ള ധ്യാനങ്ങളും വരും തലമുറകളുടെ ആധ്യാത്മിക ജീവിതത്തെയും പരിപോഷിപ്പിക്കും എന്നതിൽ മാനവവംശത്തിന്റെ രക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച യേശുവിന്റെ മഹാത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ ദിനത്തിൽ കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്രമങ്ങളും കുരിശിന്റെ വഴി പ്രദക്ഷിണവും നടന്നു. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കാൽവരിയിലെ കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ യേശു കാൽവരി യാത്രയിൽ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും മനസ്സിൽ ധ്യാനിച്ച് വിവിധ മേഖലകളിൽ കുരിശുമല കയറും. ദേവാലയങ്ങളിൽ പീഡാനുഭവ ചരിത്രവായന, കയ്പുനീര് രുചിക്കൽ, കുരിശു ചായിക്കൽ, പരിഹാര പ്രദക്ഷിണം എന്നിവ നടന്നു. കൂടാതെ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിയിലെ മരക്കുരിശിൽ സ്വയം ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി കുരിശിന്റെ വഴി പ്രദക്ഷിണം, കുരിശാരാധന, പ്രത്യേക തിരുക്കർമ്മങ്ങൾ എന്നിവയും ദേവാലയങ്ങളിൽ നടക്കും. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചാലും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചു മാത്രമേ കുരിശുമുടി കയറാൻ അനുവദിക്കൂ എന്ന് വികാരി ഫാദർ വർഗീസ് മണവാളൻ പറഞ്ഞു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് കുരിശുമുടി കയറാൻ വിശ്വാസികൾക്ക് അനുവാദമുള്ളത്. രാത്രി 10ഓടെ തീർത്ഥാടകർ പരിസര പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകണമെന്നും കർശന നിർദ്ദേശമുണ്ട്. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ
സീറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈസ്റ്റർ ദിന ആശംസകൾ നേർന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും ഈസ്റ്റർ ദിന ആശംസകൾ നേർന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈസ്റ്റർ ദിന സന്ദേശം നൽകി. ഈ ഇരുണ്ട കാലത്ത് പ്രത്യാശയുടെ ദൈവസന്ദേശം കേൾക്കാൻ ലോകം തയ്യാറാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു. ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനും പ്രതിസന്ധികളെ ഒന്നിച്ച് മറികടക്കാനും മനുഷ്യന് കഴിയണമെന്നും പാപ്പ സൂചിപ്പിച്ചു. ലോകമെമ്പാടും ആഘോഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്ക് പ്രതീക്ഷയും സന്തോഷവും നൽകുന്നുവെന്നും മാനവികതയുടെ സ്വതസിദ്ധമായ നന്മയിലേക്കുള്ള നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. യേശുക്രിസ്തു അനുകമ്പയുടെ പൂർണ്ണ രൂപമാണ്. ക്രിസ്തുവിന്റെ പുണ്യപ്രബോധനങ്ങൾ നാം ഓർക്കുന്നു. സാമൂഹിക ശാക്തീകരണത്തിന് യേശു നൽകിയ പ്രാധാന്യം ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനം നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈസ്റ്റർ ദിന സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യേശു ദരിദ്രരെ സേവിക്കുന്നതിലും രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അർപ്പിതനായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയും ഈസ്റ്റർ സന്ദേശം നൽകി. നമ്മെ നിരാശപ്പെടുത്തുന്ന ഏത് സാഹചര്യത്തെയും പ്രതീക്ഷാപൂർവ്വം നോക്കിക്കാണുവാൻ ക്രിസ്തുവിന്റെ ഉത്ഥാനം നമുക്ക് ശക്തി നൽകുന്നുണ്ടെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ക്രിസ്തുവിന്റെ ഉത്ഥാനം ആശയറ്റവർക്ക് പ്രത്യാശ നൽകുന്ന മഹാരഹസ്യമാണ്. കോവിഡിന്റെ ആഘാതത്തിൽപ്പെട്ടുഴലുന്ന മനുഷ്യ സമൂഹത്തിനും ക്രിസ്തുവിന്റെ ഉത്ഥാനം പ്രത്യാശ നൽകുന്നതായി കർദിനാൾ വ്യക്തമാക്കി. ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യവും വചനങ്ങളും പ്രവർത്തികളും നമുക്കിന്ന് സഭയുടേതായ ശുശ്രൂഷകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും കർദിനാൾ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. മൃതസംസ്കാരം വഴി വരുന്ന പണം ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള വയോധികർക്ക് നൽകുന്ന മരത്താക്കര അമലോത്ഭവ മാതാവിന്റെ പള്ളിയിലെ ദിവസക്കൂലി ജീവനക്കാരനും സിമിത്തേരിയിലെ കുഴിവെട്ടുകാരനുമായ മണി ശ്രദ്ധേയനാവുകയാണ്. ഒരു മൃതദേഹം സംസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് 500 രൂപയും മരിച്ചവരുടെ ബന്ധുക്കൾ സന്തോഷപൂർവ്വം നൽകുന്ന പണവുമാണ് മണി ദാനം ചെയ്യുന്നത്. മരിച്ചവരുടെ ബന്ധുക്കൾ മണിക്ക് കൂലി നൽകി മടങ്ങുമ്പോൾ അവർ അറിയുന്നില്ല ഈ പൈസ പോകുന്നത് കാരുണ്യ പ്രവർത്തികൾക്കാണെന്ന്. പ്രായാധിക്യം മൂലം ജോലിക്ക് പോകാൻ കഴിയാത്തവരാണ് മണിയുടെ പട്ടികയിൽ മുന്നിൽ. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ആളുകൾ മണിയെ തേടിയെത്തും. 10 വർഷം കൊണ്ട് ഇത്തരത്തിൽ ഒട്ടേറെ പേരെ മണി സഹായിച്ചിട്ടുണ്ട്. തന്റെ ഈ പ്രവൃത്തിയിലൂടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് മണിക്ക്. മരത്താക്കര പള്ളിയിൽ താമസിച്ച് ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്ന ദിവസക്കൂലിയാണ് മണി കുടുംബത്തിനായി നീക്കിവെക്കുന്നത്. 7 ദിവസവും ജോലിയുണ്ട്. എന്നാൽ ഞായറാഴ്ച കൂലി വാങ്ങാറില്ല. അന്നത്തെ ജോലി ദൈവത്തിനുള്ള സമർപ്പണമാണെന്നും മണി പറയുന്നു. മരിച്ച ഒരു ആത്മാവിന്റെ പൈസ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആത്മാവിന് തീരെ നിർഗതിയില്ലാത്ത ആൾക്കാർക്ക് അസുഖമായിട്ട് വരുന്നത് അവർക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം മനസ്സാൽ ചെയ്തതാണ്. കാരണം എൻ്റെ കാരണവരിങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആളുടെ ഒരു മരുന്നിന് വേണ്ടി കുറേ നമ്മൾ ഇതായി. അപ്പോൾ ഇതിന് ഈ പൈസ വേണ്ട, ഈ പൈസ നമുക്ക് അർഹതപ്പെട്ടതല്ല. അത് കാരണം അങ്ങനെ 10 വർഷമുള്ളതായി ഞാൻ ചെയ്തു തുടങ്ങിയിട്ട്. സഹജീവികളോടുള്ള അനുകമ്പ മൂലം സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന നിരാലംബർക്ക് മരുന്ന് വാങ്ങുവാൻ പണം നൽകി തന്റെ എളിയ പ്രവർത്തനം കൊണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന തിരുവചനം അനർത്ഥമാക്കി പൊതുസമൂഹത്തിന് മാതൃകയാകും വിധം പാവപ്പെട്ടവരോട് കരുണ കാണിച്ച മണിയുടെ നല്ല മനസ്സിന് അംഗീകാരമായി സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടന മണിയെ ആദരിച്ചു. മണി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നും തനിക്ക് കിട്ടുന്ന ഒരു തുകയിൽ നിന്ന് തന്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന പാവപ്പെട്ടവർക്ക് മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്നും ഇടവക വികാരി ഫാദർ സെബി പുത്തൂർ പറഞ്ഞു. സെമിത്തേരി വർക്കിൽ നിന്ന് കിട്ടുന്ന സംഖ്യ ഒരു പാത്രത്തിലിട്ട് വെച്ച് പുള്ളിയുടെ അടുത്ത് വരുന്ന പാവപ്പെട്ട കുറേ മനുഷ്യരുണ്ട്. പള്ളിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ അടുത്ത് വരുന്ന ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനൊന്നും വലിയ പബ്ലിസിറ്റി ഇല്ലാത്തതാണ്. അതിൽ നിന്ന് പുള്ളി ചെപ്പിൽ നിന്ന് എടുത്ത് 500ഉം 1000ഉം ഒക്കെ എടുത്തു കൊടുക്കുന്നത് പലപ്പോഴും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കാറുണ്ട്. നല്ലൊരു പ്രവൃത്തിയാണ്. എല്ലാവർക്കും ചിന്തിക്കാവുന്ന ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ്. പൈസ ഉള്ളവൻ കൊടുക്കുന്നില്ല, പക്ഷെ ഇല്ലാത്തവൻ അത് കൂട്ടിവെച്ച് അർഹിക്കുന്നവർക്ക് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി മണിയേട്ടൻ ചെയ്യുന്ന പ്രവൃത്തിയോട്. മരത്താക്കര ഇടവകയിലെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിലെ നോർബർട്ട് അമ്മയുടെ അടക്കം നിരവധി സന്യാസിനിമാരുടെ മൃതദേഹം കന്യാസ്ത്രീ മഠത്തിന്റെ സെമിത്തേരിയിൽ മണി അടക്കം ചെയ്തിട്ടുണ്ട്. ഇടവക സെമിത്തേരിയിലെ ഒട്ടുമിക്ക ആളുകളുടെയും കല്ലറകളും മണിക്ക് മനഃപ്പാടമാണ്. വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ ബൈബിൾ വചനങ്ങൾ ഹൃദയസ്ഥമാക്കി പ്രാർത്ഥിക്കുന്ന തൃശൂർ മരിയാപുരം ഇടവകാംഗമായ ജോർജ് കല്ലറയ്ക്കൽ ശ്രദ്ധേയനാകുന്നു. വചനത്തിലുള്ള വിശ്വാസവും ശക്തിയുമാണ് വചനങ്ങൾ മനഃപ്പാടമാക്കാൻ 75-ാം വയസ്സിലും തനിക്ക് സഹായകരമായതെന്ന് ജോർജ് പങ്കുവയ്ക്കുന്നു. 75-ാം വയസ്സിലും ബൈബിൾ വചനങ്ങൾ മനഃപ്പാടമാക്കി പ്രാർത്ഥിക്കുകയാണ് ജോർജ് കല്ലറയ്ക്കൽ. വിശുദ്ധവാരത്തിലെ ദിനങ്ങളിൽ പീഡാനുഭവ വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുകയാണ് ജോർജ്. തിത്തോസ് 2:14 യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും
സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. വചനത്തിന് ശക്തിയുണ്ടെന്ന് തന്റെ വ്യക്തിജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞതിനു ശേഷമാണ് കൂടുതലായി വചനം പഠിക്കുവാനും വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനും തുടങ്ങിയതെന്ന് ജോർജ് കല്ലറയ്ക്കൽ പറഞ്ഞു. ഞാനൊരു 5-8 കൊല്ലം മുമ്പ്, ഒരു 6 കൊല്ലം മുമ്പ് യൂറോപ്പിൽ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാളുടെ പാസ്പോർട്ടും വിസയും കയ്യിൽ നിന്ന് മിസ്സായി. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാവില്ല. ഞാൻ മൂലമാണ് ഓൺ ദ സ്പോട്ടിൽ സാധനം കിട്ടി. തെക്കേക്കരച്ചനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാനൊരു പാർട്ടിയോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, ഒരു സെക്യൂരിറ്റി ഒരു ഓഫീസർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ട് ചോദിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ വേറൊരു അച്ഛനെ, അവിടെ ടീമിലുണ്ടായതൊരു അച്ഛനെയും വേറെ 2 ആളെയും കൂടി കൂട്ടി വിട്ട് കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ വന്നിരിക്കുന്നു. പൈസ പോയി, പക്ഷേ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടി. അപ്പം ഈ വചനത്തിന് ശക്തി ഉണ്ടെന്നുള്ളത് നമുക്കൊരു ധാരണ. വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ പീഡാനുഭവ വചനഭാഗങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വചനത്തിലുള്ള പ്രാർത്ഥനയും തീഷ്ണതയും കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും വചനം മനഃപ്പാടമാക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയിലെ കൊളറാഡോയിലെ സൂപ്പർ മാർക്കറ്റിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവയ്പിൽ സ്വജീവൻ പോലും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ട എറിക് ടാലി എന്ന ധീരനായ കത്തോലിക്ക പോലീസ് ഓഫീസർക്ക് കണ്ണീരോടെ വിട നൽകി സഹപ്രവർത്തകർ. ഡെൻവറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ഡാനിയൽ നോളൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡെൻവറിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന അന്ത്യശുശ്രൂഷകളിൽ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ ദേവാലയം തിങ്ങി നിറഞ്ഞ ആളുകളുണ്ടായിരുന്നു. കോൾഫാക്സ് അവന്യൂവിൽ നിന്നും മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടെയുള്ള പോലീസ് വാഹനങ്ങളിൽ ജാഥയായിട്ടാണ് ബൗൾഡർ പോലീസ് ടാലിക്ക് അന്ത്യോപചാരം അർപ്പിക്കുവാനെത്തിയത്. ഇക്കഴിഞ്ഞ മാർച്ച് 22-ന് ഗ്രോസറി സ്റ്റോറിൽ അക്രമി വെടിയുതിർക്കുവാൻ ആരംഭിച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചത് ടാലിയായിരുന്നു. 2010-ൽ തന്റെ 40-ാമത്തെ വയസ്സിലാണ് ടാലി ബൗൾഡർ പോലീസിൽ ചേരുന്നത്. വെടിവയ്പുമായി ബന്ധപ്പെട്ട് അഹമ്മദ് അൽ അലീവി അലീസ എന്ന 21-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റമാണ് അക്രമിയിൽ ചുമത്തിയിരിക്കുന്നതെന്ന് ബൗൾഡർ പോലീസ് പറഞ്ഞു. രാജ്യത്തിനും നഗരങ്ങൾക്കും സമൂഹത്തിനും നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സേവനമാണ് അദ്ദേഹം ചെയ്തതെന്ന് സഹപ്രവർത്തകർ മൃതസംസ്കാര ശുശ്രൂഷ മധ്യേ പറഞ്ഞു. As part of our professional commitment, officers lay down their lives to protect others. More than anything, this is the core mission of policing, to prevent harm. 7 മുതൽ 20 വയസ്സുവരെ പ്രായമുള്ള 7 മക്കളുടെ പിതാവായിരുന്നു ടാലി. സ്നേഹത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിന്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ടാലി മറ്റുള്ളവർക്കായി സ്വന്തം ജീവൻ ബലികഴിക്കുകയായിരുന്നുവെന്ന് അനുശോചനം അറിയിച്ചുകൊണ്ട് മൃതസംസ്കാര ശുശ്രൂഷ മധ്യേ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബിഷപ്പ് സാമുവേൽ അക്വില പറഞ്ഞു. തീഷ്ണതയുള്ള ദൈവവിശ്വാസിയും ധീരനായ നിയമപാലകനുമായിരുന്നു അദ്ദേഹമെന്ന് അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ഇടവക വികാരിയായ ഫാദർ ജെയിംസ് ജാക്സൺ സ്മരിച്ചു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ ഓർമ്മകൾ കൊണ്ടാടുമ്പോൾ ദേവദാസി ഫ്ലോറിപ്പസ് ദി ജീസസ് എന്ന പുണ്യവതിയുടെ ജീവിത സാക്ഷ്യത്തിന് പ്രാധാന്യം ഏറെയാണ്. 60 വർഷക്കാലം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധ ജീവിതമായിരുന്നു ഫ്ലോറിപ്പസ് ദി ജീസസിൻ്റേത്. ബ്രസീലിലെ മിനാസ് ഗരേയിസിൽ 1913 ജനിച്ച ലോള എന്ന വിളിപ്പേരുണ്ടായിരുന്ന ദൈവദാസി ഫ്ലോറിപ്പസ് ഡി ജീസസ് 16-ാം വയസ്സിൽ മരത്തിൽ നിന്നുമുണ്ടായ വീഴ്ചയെ തുടർന്ന് കിടപ്പിലാവുകയും ആ നാളുകളിൽ അവരുടെ ജീവിതത്തിലേക്ക് നിർണായക ആത്മീയ വഴിത്തിരിവുണ്ടാവുകയും ചെയ്തു. ഒരു ബലിയാത്മാവായി തുടർന്നുള്ള ജീവിതം പ്രായശ്ചിത്തവും പ്രാർത്ഥനയുമായി സമർപ്പിച്ച ലോള തുടർന്നുള്ള 60 വർഷക്കാലം ഒരു ദിവസം ഒരു തിരുവോസ്തി മാത്രം സ്വീകരിച്ചാണ് ജീവിതം നയിച്ചത്. ലോളയുടെ ജീവിത വിശുദ്ധിയും വിശുദ്ധ കുർബാനയുള്ള തീഷ്ണതയും സഹന ജീവിതത്തിൻ്റെയും സാക്ഷ്യങ്ങൾ വിശ്വാസികളെ ആകർഷിക്കുകയും വൈദികരുൾപ്പെടെ നിരവധി പേർ അവളുടെ അടുക്കൽ വന്ന് വിശ്വാസ ജീവിതത്തിന് വേണ്ട ശക്തി നേടുകയും ചെയ്തു. തിരുഹൃദയഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധയായിരുന്ന അവരുടെ കിടപ്പുമുറിയിൽ ദിവ്യബലി അർപ്പിക്കാൻ സഭാ നേതൃത്വം അനുമതി നൽകിയിരുന്നു. ജീവന്റെ അപ്പത്തിൽ നിന്ന് ശക്തിയാർജിച്ച് 60 വർഷക്കാലം ജീവിച്ച ആ പുണ്യവിശുദ്ധ 1999 ഏപ്രിലിൽ ഇഹലോകവാസം വെടിയുകയും 2005-ൽ ദൈവദാസി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. വലിയ നോമ്പിന്റെ ദിനങ്ങളിൽ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ സോണിയ ചാക്കോ കളപ്പുരയ്ക്കൽ അണിയിച്ചൊരുക്കിയ ചങ്കു തുറന്ന ചങ്ങായിക്ക് എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. സിസ്റ്റർ സോണിയ ചാക്കോയുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് സിനോ ആന്റണിയാണ്. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ മഞ്ജു ജോസഫ് കളത്തിക്കുടിയിലാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.
സ്നേഹത്തിൻ പൂരവയേ നിൻ തിരുമാറിലെന്നെ ചേർക്കണമേ. ചങ്കു തുറന്നെന്നെ സ്നേഹിക്കും ചങ്കായി ചിരകാല ചങ്ങായി നീ മാത്രമേ ചങ്കായുള്ളൂ ചിരകാല സ്നേഹിതനീശോ. നീ മാത്രമേ ചങ്കായുള്ളൂ ചിരകാല സ്നേഹിതൻ നാഥാ. കരുണയെ മറന്നു ഞാൻ ഏറെ നടന്നപ്പോൾ കൺമുന്നിൽ ഇരുൾ മാത്രം ബാക്കിയായി. അഴലുകൾ നിറഞ്ഞ ഈ ജീവിതത്തോണിയിൽ ആഞ്ഞടിച്ചായിരം തിരകളെന്നും എങ്കിലും ക്രൂശിത കണ്ടു ഞാൻ നിൻ സ്നേഹം വിരിച്ച കരങ്ങളും മുറിവുകളും. പിരിയാത്ത പ്രിയമിത്രം നീ മാത്രമേ. ചങ്കു തുറന്നെന്നെ സ്നേഹിക്കും ചങ്കായി ചിരകാല ചങ്ങായി നീ മാത്രമേ ചങ്കായുള്ളൂ ചിരകാല സ്നേഹിതനീശോ. നീ മാത്രമേ ചങ്കായുള്ളൂ ചിരകാല സ്നേഹിതൻ നാഥാ. ക്രൂശിതനീശോയേ കാരുണ്യസാഗരമേ, നിൻ കരുണയാൽ എന്നെ കഴുകേ